ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഏതെല്ലാം തരം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ ഉണ്ട്, അവയുടെ പ്രത്യേകത, എങ്ങനെയാണ് ആ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു കരുതുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ്? 5 തരം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണുള്ളത്. ഒന്നാമത്തേത് അനീലിംഗ്, 2 നോർമലൈസിങ്, 3 ഹാർഡനിങ്, 4 ടെമ്പറിങ്, 5 കേസ് ഹാർഡനിങ്. അപ്പോൾ ഈ 5 പ്രോസസ്സുകളും പ്രത്യേകതരം പ്രോസസ്സുകളാണ്. ഓരോ പർപ്പസിന് വേണ്ടിയാണ് അവ ഉപയോഗിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോസസ്സ് അനീലിംഗ്. It is one of the most widely used process in heat treatment of iron and steel. It is defined as the softening process consisting of heating the steel to a suitable temperature depending upon its carbon content and holding there for a suitable time and then allowing it to cool slowly in the furnace itself by switching off the furnace. Due to this process, the grains are to become large and produce softness and ductility in steel. ഈ അനീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സോഫ്റ്റനിങ് പ്രോസസ്സാണ്. സോഫ്റ്റ് ആക്കുന്ന, അല്ലെങ്കിൽ സ്റ്റീലിന് മാർദ്ദവം ഉണ്ടാക്കുന്ന, സോഫ്റ്റ് ആക്കുന്ന പ്രോസസ്സാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഹീറ്റിംഗ് ദ സ്റ്റീൽ ടു എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ, ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ചൂടാക്കി, ആ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കാർബൺ കണ്ടൻറ്റ് ആൻഡ് ആ കാർബൺ കണ്ടൻറ്റിനനുസരിച്ച്, ആ സ്റ്റീലിൻ്റെ ഉള്ളിലെ അകത്തുള്ള കാർബൺ കണ്ടൻറ്റിനനുസരിച്ച് ആ അനീലിംഗ് ടെമ്പറേച്ചർ വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് അതിനെ ചൂടാക്കും. പിന്നെ ഹോൾഡിംഗ് ദെയർ ഫോർ എ സഫിഷ്യൻറ്റ് ടൈം, ആ ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത ടൈം സൂക്ഷിക്കുന്നു. ആൻഡ് ദെൻ അലോവിങ് ഇറ്റ് ടു കൂൾ സ്ലോലി, അത് വളരെ സാവധാനം തണുക്കാൻ വിടുന്നു. അതെങ്ങനെയാണ് അങ്ങനെ തണുപ്പിക്കുക? ബൈ ഫർണസ് കൂൾ സ്ലോലി ഇൻ ദ ഫർണസ് ഇറ്റ് സെൽഫ്, ആ ഫർണസിൽ തന്നെ തണുക്കാൻ അനുഭവിക്കുന്നു. സ്വിച്ചിങ് ഓഫ് ദി ഫർണസ്, ആ ഫർണസ് സ്വിച്ച് ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഫർണസ് കെട്ടടങ്ങുന്നതിൻ്റെ ടെമ്പറേച്ചർ തീരുന്നത് വരെ ആ ഫർണസിൽ തന്നെ തണുക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ വളരെ സാവധാനം തണുപ്പിച്ചെടുക്കുന്നത്, ചൂടാക്കി ആ ഹീറ്റിൽ തന്നെ, ആ ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് അതിനെ സാവധാനം തണുപ്പിച്ചെടുക്കുന്ന പ്രോസസ്സാണ് അനീലിംഗ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് വഴി അതിൻ്റെ ഗ്രെയിൻസ്, അതിൻ്റെ ഘടനയിൽ ബിക്കം ലാർജ്, അതിൻ്റെ ഗ്രെയിൻസ് വലുതാകുകയും അത് പിന്നെ സോഫ്റ്റനിങ്, അതുപോലെ ഡക്റ്റിലിറ്റിയും കൂടുന്നതിന്, സ്റ്റീലിൻ്റെ ഡക്റ്റിലിറ്റിയും സോഫ്റ്റ്നെസ്സും കൂടുന്നതിന് കാരണമാകുന്നു. ഇനി ഓബ്ജക്ട്സ് ഓഫ് അനീലിംഗ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു റിഫൈൻ ഗ്രെയിൻ സൈസ്, ആ പഴയ ഗ്രെയിൻ സൈസിലേക്ക് വരുന്നതിന് വേണ്ടി, ആ ഉള്ളിലെ സ്ട്രക്ചറിൻ്റെ ഗ്രെയിൻസ് പഴയ അവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി. ദി സോഫ്റ്റൻ ദി മെറ്റലിനെ സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടി. പിന്നെ അതുപോലെ 3, ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ്, ആന്തരികമായ തകരാറുകൾ, ഹാമറിങ്ങും മെഷീനിങ്ങും ഒക്കെ ചെയ്യുന്ന വഴി ആന്തരികമായ തകരാറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി, തകരാറുകൾ ഭേദമാക്കുന്നതിന് വേണ്ടി. അതുപോലെ 4, ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റി ഓഫ് ദ മെറ്റൽ, ഡക്റ്റിലിറ്റി അടിച്ചു വരുത്തി തകിടുകളാക്കാനുള്ള കഴിവ്, സോഫ്റ്റ്നെസ് കൂടുന്ന വഴി ഡക്റ്റിലിറ്റി കൂടുന്നു. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, മെഷീൻ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ മെഷീനബിലിറ്റി വർദ്ധിക്കും. മെഷീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, ഡ്രില്ല് ചെയ്യുക,
സർഫസ് ഗ്രൈൻഡിങ് അല്ലെങ്കിൽ ഷേപ്പിംഗ് അങ്ങനെയുള്ള മെഷീനിങ് പ്രോസസ്സ് ചെയ്യാൻ ഈ അനീലിംഗ് ചെയ്ത മെഷീനുകൾ വർക്ക് പീസിൽ അല്ലെങ്കിൽ അയണിനെ മെഷീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇനി മറ്റെന്താണ് 6, ടു മോഡിഫൈ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അതിൽ വ്യത്യാസം വരുന്നതിന് വേണ്ടി. 7, ടു പ്രിപ്പയർ സ്റ്റീൽ ഫോർ എ സബ്സിക്വൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അടുത്ത ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി, മറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിന് മുന്നോടിയായി അനീലിംഗ് പ്രോസസ്സ് ചെയ്യും. ഇനി അനീലിംഗ് പ്രൊസീജിയർ, അനീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ദ കാർബൺ കണ്ടന്റ് ഇൻ ദ സ്റ്റീൽ ഈസ് ലെസ് ദാൻ 0.84%, ഹൈപ്പോയൂട്ടക്റ്റൈഡ് സ്റ്റീൽ എന്ന് പറയും അതിന്, then it should be heated to 30 degree centigrade to 50 degree centigrade above the upper critical temperature. അങ്ങനത്തെ 0.84% കുറവാണ് കാർബൺ കണ്ടന്റെങ്കിൽ 30 മുതൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഉയർന്ന ടെമ്പറേച്ചറിൽ, അപ്പർ ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ഉയർന്ന ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു. ഏതാണ് അപ്പർ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് അറൗണ്ട് 729 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അപ്പർ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ, നമ്മൾ നേരത്തെ പഠിച്ചു. അതിൻ്റെ മുകളിൽ 30 മുതൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഉയർന്ന ചൂടിൽ ചൂടാക്കുന്നു. അപ്പോൾ കാർബൺ കണ്ടൻറ്റ് 0.84%-നേക്കാളും കൂടുതലാണെങ്കിൽ, എബോവ് ആണെങ്കിൽ, ഹൈപ്പർ യൂട്ടക്റ്റൈഡ് സ്റ്റീൽ എന്ന് പറയുന്നതിന്, then it should be heated to 50 degree centigrade above the lower critical temperature and holding there for a proper time. 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉയർന്ന ലോവർ ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിനേക്കാളും 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർന്ന ടെമ്പറേച്ചറിൽ ചൂടാക്കി ആ ടെമ്പറേച്ചറിൽ കുറച്ച് ടൈം ഹോൾഡ് ചെയ്യുന്നു. ആൻഡ് അലോയിങ് ഇറ്റ് ടു കൂൾ സ്ലോലി ഇൻ ഫർണസ് itself by switch off the furnace, or the steel is covered either in dry ash or sand. This process produces softness in the steel. ആ ഫർണസ് ഓഫാക്കി തണുക്കാൻ അനുവദിക്കുന്നു. ഫർണസ് അടക്കം തണുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ ചാരം കൊണ്ടോ അല്ലെങ്കിൽ മണൽ കൊണ്ടോ ആഷ് ഓർ സാൻഡ് കൊണ്ടോ മൂടി അതിനെ വളരെ സാവധാനം തണുപ്പിക്കാൻ അനുവദിക്കുന്നു. ഇനി അനീലിംഗ് ടെമ്പറേച്ചർ, അതും ഓരോ കാർബൺ കണ്ടന്റിനനുസരിച്ച് അനീലിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. 0.12%-നേക്കാളും താഴ്ന്ന പെർസെൻറ്റേജാണ് കാർബൺ കണ്ടന്റെങ്കിൽ 875 മുതൽ 925 വരെ. 0.12 to 0.25 ആണെങ്കിൽ 840 to 970 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. 0.25 to 0.5%-ആണ് കാർബൺ കണ്ടന്റെങ്കിൽ 815 മുതൽ 840. 0.5 to 0.9%-ആണ് കാർബൺ കണ്ടന്റെങ്കിൽ 780 to 810 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇനി 0.9 to 1.3%-ആണ് കാർബണെങ്കിൽ 760 to 780 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കും. ഇനി രണ്ടാമത്തെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് നോർമലൈസിങ്. By doing some heavy work on steel, such as forging, hammering, or uneven cooling, the internal structure of the steel is disturbed, and strains and stresses are formed and making it brittle. In this state, it may break at any time while in use. Therefore, normalizing is done to eliminate brittlity and to produce a fine grain for uniform structure and improve the mechanical properties and regain ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. എന്താണ് അത് പറയുന്നത്? ബൈ ഡൂയിങ് സം ഹെവി വർക്ക്, എന്തെങ്കിലും വലിയ ഹെവി ആയിട്ടുള്ള മെഷീനിങ് പ്രോസസ്സുകൾ, ഹെവി വർക്ക് ആ സ്റ്റീൽ പീസിൽ ചെയ്യുന്നത് കൊണ്ടും, സച്ച് ആസ് ഫോർജിങ് ആൻഡ് ഹാമറിങ്, ഫോർജ് ചെയ്യുമ്പോഴും ഹാമറിങ് ചെയ്യുമ്പോഴും ചൂടാക്കി അതിൻ്റെ ഷേപ്പ് മാറ്റുന്ന ആ പ്രോസസ്സാണ് ഫോർജിങ് എന്ന് പറയുന്നത്. അൺഈവൻ കൂളിംഗ്, ശരിയായിട്ടുള്ള അല്ല യൂണിഫോം അല്ലാത്ത കൂളിങ്ങിലൂടെയും പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ ചില ഭാഗം കൂടുതൽ തണുക്കുകയും ചില ഭാഗം തണുക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന അൺഈവൻ കൂളിംഗ് വഴിയും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിന്
സ്റ്റീലിൻ്റെ ആന്തരിക ഘടനയിൽ മാറ്റങ്ങളുണ്ടാവാം, അത് ഡിസ്റ്റർബ് ആകും, അല്ലെങ്കിൽ അതിന് തകരാറുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന തകരാറുകൾ ഈ സ്ട്രെയിനും സ്ട്രെസ്സുകളും ഈ സ്റ്റീലിനെ ബ്രിട്ടിലാക്കുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ കാരണമാക്കുന്നു. അത് ഇനി ഏത് സമയവും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയവും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ദെർഫോർ അതുകൊണ്ട് നോർമലൈസിങ് ഈസ് ഡൺ ടു എലിമിനേറ്റ് ബ്രിട്ടിലിറ്റി ആൻഡ് പ്രൊഡ്യൂസ് ഫൈൻ ഗ്രെയിൻ ഫോർ യൂണിഫോം സ്ട്രക്ചർ. വളരെ ഫൈൻ ആയിട്ടുള്ള ഗ്രെയിൻസ് ഫോം ചെയ്യുന്നതിനും യൂണിഫോം സ്ട്രക്ചർ, ഒരുപോലെയുള്ള സ്ട്രക്ചർ, ആന്തരിക ഘടന രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നോർമലൈസിങ് ചെയ്യുന്നത്. ഓബ്ജക്ട്സ് ഓഫ് നോർമലൈസിങ് 1 by 1 ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടു റിഫൈൻ ഗ്രെയിൻ സൈസ്, ടു പ്രൊഡ്യൂസ് ടു റെഡ്യൂസ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ്. ഗ്രെയിൻ സൈസ് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇൻറ്റേർണൽ സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ആന്തരികമായ തകരാറുകൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടി. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ. മീഡിയം കാർബൺ സ്റ്റീലിനും മെഷീൻ ചെയ്യുന്നതിനുള്ള കഴിവ്, മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന്. ടു അച്ചീവ് ഡിസൈഡ് റിസൾട്ട് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി. ടു ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ. മീഡിയം കാർബൺ സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. ഇതൊക്കെയാണ് നോർമലൈസിങ് പ്രോസസ്സിൻ്റെ പർപ്പസുകൾ. ഇനി നോർമലൈസിങ് പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. In this process, the steel is heated between 30 degrees centigrade to 40 degrees centigrade above the upper critical temperature and held at that temperature for some time, and then it is allowed to cool down freely in air. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ഉയർന്ന ടെമ്പറേച്ചറിൽ 30 മുതൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർന്ന ടെമ്പറേച്ചറിൽ ചൂടാക്കി ആ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് അത് വായുവിൽ അതിനെ തണുപ്പിച്ചെടുക്കുന്നു. It is important that the heated steel for normalizing should not be kept at any wet place or in wet air. Otherwise, normalizing will not be perfect due to moisture in the air, which will reduce some hardness which will induce some hardness in steel. അത് തണുത്ത എയറിലോ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ചില സ്ഥലങ്ങളിൽ അതിന് അങ്ങനെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ അത് ഹാർഡ്നെസ് ഇൻഡ്യൂസ് ചെയ്യാൻ ഇടയുണ്ട്, ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. നോർമലൈസിങ് ചെയ്യുന്ന വഴി ഇത് ഹാർഡ്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. അനീലിങ്ങും നോർമലൈസിങ്ങും ഏകദേശം ഒരുപോലെയുള്ള ഒരു പ്രോസസ്സാണ്. നോർമലൈസിങ് ഇൻറ്റേർണൽ സ്ട്രെസ്സുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അനീലിങ് ഇത് സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അനീലിങ്ങും നോർമലൈസിങ്ങും തമ്മിൽ ഏകദേശം ഒരുപോലെയാണെങ്കിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ അനീലിംഗ് ആൻഡ് നോർമലൈസിങ്. അനീലിംഗിൽ മെറ്റൽ ഈസ് ഹീറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ലെഫ്റ്റ് അറ്റ് ദി സെയിം ഫർണസ് ഫോർ കൂളിംഗ്. അനീലിംഗിൽ ആ ഫർണസിൽ തന്നെ ഇട്ട് തണുപ്പിക്കുന്നു. മെറ്റൽ ഈസ് ഹീറ്റഡ് ആൻഡ് ഹെൽഡ് ഫോർ സം ടൈം ആൻഡ് ദെൻ അലൗഡ് ടു കൂൾ ഡൗൺ ഫ്രീലി ഇൻ ദി എയർ. വായുവിൽ തണുപ്പിക്കുന്നു, മോയ്സ്ചർ ഒന്നും ഇല്ലാത്ത എയറിൽ തണുപ്പിക്കുന്നു. ഇനി അനീലിംഗ് ഈസ് ഡൺ ബിഫോർ മെഷീനിങ്. മെഷീനിങ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് അനീലിംഗ് സാധാരണ ചെയ്യുന്നത്, മെഷീൻ ചെയ്യുന്നതിന് വേണ്ടി, സോഫ്റ്റ് ആക്കാൻ വേണ്ടി. നോർമലൈസിങ് ഇൻ ഡൺ ആഫ്റ്റർ ഫോർജിങ് ഓർ റോങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. നോർമലൈസിങ് ചെയ്യുന്നത് ഫോർജിങ്ങോ അല്ലെങ്കിൽ ഹെവി വർക്കുകളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ റോങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, തെറ്റായ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിനെ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോർമലൈസിങ് ചെയ്യുന്നത്. ഇനി അനീലിങ്ങിൽ ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് റെഡ്യൂസ്ഡ് ആഫ്റ്റർ അനീലിംഗ്. വലിയ ബലത്തിൽ ചെറുക്കാനുള്ള കഴിവ്, ടെൻസൈൽ സ്ട്രെങ്ത് അനീലിങ്ങിന് ശേഷം കുറയുന്നു. ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ആഫ്റ്റർ നോർമലൈസിങ്. നോർമലൈസിങ് ചെയ്ത് കഴിയുമ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുന്നു. ഇനി ഗ്രെയിൻ സൈസ് ഈസ് ചേഞ്ച്ഡ് ടു ലാർജ് ഇൻ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ. ആന്തരിക ഘടനയിൽ ഗ്രെയിൻ സൈസ് വർദ്ധിക്കുന്നു. ഈ നോർമലൈസിങ് ചെയ്താൽ ഗ്രെയിൻ സൈസ് ഈസ് ചേഞ്ച്ഡ് ടു വെരി സ്മോൾ ഇൻ ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ. ആന്തരിക ഘടനയിൽ ഗ്രെയിൻ സൈസ് വളരെ ചെറുതാകുന്നു നോർമലൈസിങ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത പ്രോസസ്സാണ് ഹാർഡനിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് steel is heated to the above critical temperature and held at this temperature and rapidly cooled, quenched in water.
പെട്ടെന്ന് കൂൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്വഞ്ചിങ് എന്ന് പറയുന്നത്. ക്വഞ്ച്ഡ് ഇൻ വാട്ടർ ഓർ ഓയിൽ ഓർ മോൾട്ടൺ സാൾട്ട് ബാത്സ്. Sudden quenching of steel generally increases its hardness. This hardness level depends upon the quantity of carbon content in it. ഈ ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിനെ ഹീറ്റ് ചെയ്യുകയും എബോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയും ആൻഡ് ഹെൽഡ് അറ്റ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം സൂക്ഷിക്കും, പിന്നെ പെട്ടെന്ന് തണുപ്പിച്ചെടുക്കും. ക്വഞ്ച്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിലോ അല്ലെങ്കിൽ മോൾട്ടൺ ഓയിലിലോ അല്ലെങ്കിൽ മോൾട്ടൺ സാൾട്ട് ബാത്ത്, ഉരുകിയ സാൾട്ട് ബാത്തുകളിൽ, ബ്രൈൻ സൊല്യൂഷൻ പോലെയുള്ള സൊല്യൂഷനുകളിൽ പെട്ടെന്ന് മുക്കിയെടുത്ത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുന്നു. സഡൻ ക്വഞ്ചിങ് ഓഫ് സ്റ്റീൽ ജനറലി ഇൻക്രീസസ് ഹാർഡ്നസ്. പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ സാധാരണ സ്റ്റീലിൻ്റെ ഹാർഡ്നസ് വർദ്ധിക്കുന്നു. ദിസ് ഹാർഡ്നസ് ലെവൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓഫ് കാർബൺ കണ്ടന്റ് ഇൻ ഇറ്റ്. ഹാർഡ്നസ് നമ്മൾ എത്ര ഇത് ചെയ്തു കഴിഞ്ഞാലും കാർബൺ കണ്ടന്റിൻ്റെ അളവിനനുസരിച്ചാണ് ഹാർഡ്നസ് അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഹാർഡ്നസ് കൂടുതലോ കുറവോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് അതിൻ്റെ അകത്തെ സ്റ്റീലിനുള്ളിലെ കാർബൺ കണ്ടന്റിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ചാണ്. The hardness obtained from the hardening process depends upon the following. ഹാർഡ്നസ്, ആ ഹാർഡനിങ് പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഹാർഡ്നസ് താഴെ പറയുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് കാർബൺ കണ്ടന്റ്. കാർബണിൻ്റെ അളവിനെ ആണ് പ്രധാനമായിട്ടും സ്വാധീനിച്ചിരിക്കുന്നത്. കാർബൺ വളരെ കുറവാണെങ്കിൽ എത്ര ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഹാർഡ്നസ് ഒരു പരിധിയിലപ്പുറം വർദ്ധിക്കില്ല. ആൻഡ് രണ്ടാമത്തെ ഹീറ്റിംഗ് റേറ്റ് ആൻഡ് ടൈം. ചൂടാക്കുന്നതിൻ്റെ റേറ്റ്, നിരക്കും അതിൻ്റെ സമയവും. പിന്നെ ക്വഞ്ചിങ് മീഡിയം, തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം. ക്വഞ്ചിങ് റേറ്റ് അതായത് കൂളിംഗ് റേറ്റ്. വർക്ക് സൈസ് ഓഫ് ദി പാർട്ട്, ആ പാർട്ടിൻ്റെ വലിപ്പം. ക്വഞ്ചിങ് റേറ്റ്, കൂളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ തണുപ്പിക്കുന്നതിൻ്റെ നിരക്ക്. ചില വെള്ളത്തിലിടുന്നതിനേക്കാട്ടിലും ചിലപ്പോൾ പെട്ടെന്ന് പിന്നെ തണുക്കും. ഓയിലിലോ അല്ലെങ്കിൽ കൂളായിട്ടുള്ള ബ്രൈൻ സൊല്യൂഷനിലോ ഒക്കെ. അതായത് ക്വഞ്ചിങ് മീഡിയം, ഏത് മീഡിയം ഉപയോഗിച്ചാണ് അത് തണുപ്പിക്കുന്നതെന്നും ഇതൊക്കെ ഹാർഡ്നസ് നെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഒബ്ജക്ട്സ് ഓഫ് ഹാർഡനിങ്. ഹാർഡനിങ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ, പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഇൻക്രീസ് ഹാർഡ്നസ്, ഹാർഡ്നസ് കൂട്ടുക. ടു ഹാർഡൻ ദ സ്റ്റീൽ ടു റെസിസ്റ്റ് വിയർ, തേയ്മാനത്തെ ചെറുക്കാൻ വേണ്ടി അതിനെ ഹാർഡാക്കുക. ടു എനേബിൾ ഇറ്റ് ടു കട്ട് അതർ മെറ്റൽസ്, മറ്റ് മെറ്റലുകളെ കട്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി, ഹാർഡാകുമ്പോഴുണ്ടാകുന്ന പ്രോപ്പർട്ടികളാണ് ഇതൊക്കെ. ഇനി പ്രോസസ് ഓഫ് ഹാർഡനിങ്. ഹാർഡനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാർഡനിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻ എ സ്റ്റീൽ, when the carbon content is less than 0.84%, it is heated to only just above its upper critical temperature, and then when the carbon content is more than 0.84%, it is heated to only just above lower critical temperature and kept it for some time. After that, the steel is cooled in quenching medium such as water, oil or brine solution. ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബൺ കണ്ടന്റ് 0.84% താഴെയാണെങ്കിൽ, ലെസ് ദാൻ 0.84%, ഇറ്റ് ഈസ് ഹീറ്റഡ് ഓൺലി ജസ്റ്റ് അബോവ് ദി അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ തൊട്ട് മുകളിൽ ചൂടാക്കുകയും when the carbon content is more than 0.84%, 0.84%-നേക്കാൾ കൂടുതലാണെങ്കിൽ, കാർബൺ കണ്ടന്റ് കൂടുതലാണെങ്കിൽ, it is heated to only just above lower critical temperature. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ തൊട്ട് മുകളിൽ. കാർബൺ കണ്ടന്റ് കുറവാണെങ്കിൽ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിലും, കാർബൺ കണ്ടന്റ് 0.84-നേക്കാളും കൂടുതലാണെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ തൊട്ട് മുകളിൽ വരെയും ഉള്ള ടെമ്പറേച്ചറിലുമാണ് ഇത് ചൂടാക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ദ സ്റ്റീൽ ഈസ് കൂൾഡ് ഇൻ ക്വഞ്ചിങ് മീഡിയം, കെപ്റ്റ് ഇറ്റ് ഫോർ സം ടൈം, കുറച്ച് സമയം ആ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കും, പിന്നെ പെട്ടെന്ന് തണുപ്പിച്ചെടുക്കും. അതാണ് ഹാർഡ്നസിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഹാർഡ്നസ് ചെയ്യുന്നതെന്ന്. ഇനി ടെമ്പറിങ്. ദ ഹാർഡൻഡ് സ്റ്റീൽ ഈസ് ഹാർഡ് ആൻഡ് സ്ട്രോങ്. ഹാർഡൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത് വളരെ ഹാർഡാണ്, സ്ട്രോങ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ബ്രിട്ടിൽ
ആൻഡ് അൺസ്യൂട്ടബിൾ ഫോർ മോസ്റ്റ് യൂസേഴ്സ്. വളരെ ഹാർഡ് ചെയ്ത് കഴിഞ്ഞെടുക്കുമ്പം അത് പൊട്ടിപ്പോകാനുള്ള, അത് ബ്രിട്ടിലാണ്, ബ്രിട്ടിൽനെസ് കൂടുകയും ചെയ്യും. ദ ഹാർഡ്നെസ് ആൻഡ് ബ്രിട്ടിൽനെസ് ഓഫ് ദ സ്റ്റീൽ മേ ബി റെഡ്യൂസ്ഡ് ബൈ ടെമ്പറിങ്. ഈ ഹാർഡ്നെസ്സിൻ്റെ ആ കാഠിന്യവും അല്ലെങ്കിൽ ബ്രിട്ടിൽനെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പറിങ് ചെയ്യുന്നത്. അതായത് കട്ടിംഗ് ടൂളുകളുടെയൊക്കെ എഡ്ജ് വളരെ ഹാർഡാണെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ടെമ്പർ ചെയ്യും. നമ്മൾ കത്തിയൊക്കെ കൊല്ലൻ്റെ അടുത്ത് കൊണ്ട് കാശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് അവസാനം ഒന്ന് ടെമ്പർ ചെയ്തെടുക്കും. അല്ലെങ്കിൽ ആ വായ്ത്തല പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ, അടന്നു പോകാനും അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ടെമ്പറിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് റീഹീറ്റിംഗ് the hardened steel to a suitable temperature below the lower critical temperature, followed by any type of cooling. Such a reheating permits the trapped materials to transform and relieve the internal stresses in order to make them more suitable for our requirement. ഇവിടെ ചെറുതാക്കാം, അത്ര ക്ലിയർ അല്ല വായിക്കാൻ. ഓക്കെ, അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ബിലോ ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ചൂടാക്കും. എന്നിട്ട് എനി ടൈപ്പ് ഓഫ് കൂളിംഗ് മീഡിയം ഉപയോഗിച്ച് അതിനെ ആ എഡ്ജ് മാത്രം, ഒരു ഭാഗം മാത്രം തണുപ്പിച്ചെടുക്കുന്നു. അത് ടെമ്പറിങ് ടെമ്പറേച്ചറിലാണ് നമ്മളത് ചൂടാക്കുന്നത്. അതായത് ബിലോ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഒബ്ജക്ട്സ് ഓഫ് ടെമ്പറിങ്: ടു റെഡ്യൂസ് ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്. ഈ ഹാർഡ്നെസ് കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നതിനും ബ്രിട്ടിൽനെസ് മെയിനായിട്ട് ഈ ബ്രിട്ടിൽനെസ് റെഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ടെൻസൈൽ സ്ട്രെങ്ത്തിലും ചെറിയ റിഡക്ഷൻ ഉണ്ടാവും ഹാർഡ്നെസ് ചെയ്യുന്ന വഴി. ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റി ആൻഡ് ടഫ്നെസ്. ഡക്റ്റിലിറ്റിയും ടഫ്നെസ്സും, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്നെസ്, അടിച്ചാൽ അതിന് പരക്കാനുള്ള കഴിവ്. അതുപോലെ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഇമ്പാക്റ്റ് ലോഡിന് താങ്ങാനുള്ള കഴിവ്. ടഫാണ്, റഫ് ആൻഡ് ടഫ്. വളയ്ക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്താലും അതിന് ബ്രേക്ക് ആവാതിരിക്കാനുള്ള പ്രോപ്പർട്ടി അത് വർദ്ധിപ്പിക്കാൻ. അതുപോലെ റിലീവ് ദ ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ ഇൻ ദി സ്റ്റീൽ. ചെറിയ ആന്തരികമായ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ ടെമ്പർ ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. ടു ഇൻക്രീസ് ദ ഷോക്ക് അബ്സോർബിങ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി. ഇനി പ്രോസസ് ഓഫ് ടെമ്പറിങ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെമ്പർ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഘട്ടങ്ങളെന്ന് നോക്കാം. ദ ടെമ്പറിങ് ടെമ്പറേച്ചർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് ദ ഫൈനൽ ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ് ആസ് റിക്വയർഡ്. ടെമ്പറിങ് ടെമ്പറേച്ചർ നമ്മൾ കണക്കാക്കുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ, ആ സ്റ്റീലിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചാണ്. കാർബൺ കണ്ടൻറ്റ്, ആ സ്റ്റീലിൻ്റെ ഘടന അതിനനുസരിച്ചാണ് ടെമ്പറിങ് ടെമ്പറേച്ചർ നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെ ഫൈനൽ ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ് റിക്വയർഡ്. ഫൈനലായിട്ട് നമുക്ക് ഈ ഹാർഡ്നെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം ഹാർഡ്നെസ്സും ടഫ്നെസ്സും അതിന് വേണം, അതിനനുസരിച്ചാണ് ഈ ടെമ്പറിങ് ടെമ്പറേച്ചർ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് 650 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അത് ഏതാണ്ട് പലതരം കാർബൺ കണ്ടൻറ്റിനനുസരിച്ചും നമുക്ക് എങ്ങനെയുള്ള സ്റ്റീലാണ് ഈ പ്രോസസ്സിന് ശേഷം കിട്ടേണ്ടത്, എത്ര ഹാർഡ്നെസ് കൂടുതൽ വേണോ അതോ ബ്രിട്ടിൽനെസ് വളരെ കുറയണോ, ഇതൊക്കെ അനുസരിച്ച് ഈ ടെമ്പറേച്ചർ ഈ റേഞ്ചിനുള്ളിൽ നിൽക്കും. അപ്പോൾ നമുക്ക് അതിന് ടെമ്പറിങ് ടെമ്പറേച്ചർ നമുക്ക് ഒരു ചാർട്ടൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദ ടൈം ഡ്യൂറേഷൻ ഓഫ് ഹീറ്റിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി തിക്നെസ് ഓഫ് ദി മെറ്റീരിയൽ. എത്ര സമയം ചൂടാക്കണം എന്നുള്ളത് ആ മെറ്റീരിയലിൻ്റെ തിക്നെസ്സിനനുസരിച്ചിരിക്കും. വെൻ ദ മെറ്റീരിയൽ ഈസ് ഹീറ്റഡ് ദർ ഈസ് ആൻ ഓക്സൈഡ് ഫിലിം ഓൺ ദ സർഫസ് ഓഫ് ദി മെറ്റീരിയൽ. ആ മെറ്റൽ ചൂടായി കഴിയുമ്പം ഒരു ഓക്സൈഡ് ഫിലിം ആ മെറ്റീരിയലിൻ്റെ മുകളിലുണ്ടാകുന്നു. ദി ടെമ്പറിങ് ക്യാൻ ബി ജഡ്ജ്ഡ് ബൈ ദി ടെമ്പർ കളർ ഓക്സൈഡ് ഫിലിം വിച്ച് അപ്പിയേഴ്സ് ഓൺ ദി സർഫസ്. ഈ ടെമ്പറിങ് ചെയ്ത് കഴിയുമ്പോൾ അതിന് പുറത്തൊരു ഓക്സൈഡ് ഫിലിം എന്ന് വെച്ചാൽ ഒരു ചെറിയ പാളി വായുവുമായിട്ട്
സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്നു. ഇതിൻ്റെ കളറ് നമുക്ക് ജഡ്ജ് ചെയ്യാം. ടെമ്പർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു റെയിൻബോ കളറ്, ഒരു പലതരം കളറുകൾ ആ മെറ്റലിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കളറിൻ്റെ നിന്ന് നമുക്ക് ആ ടെമ്പറിങ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കും. എത്രമാത്രം ടെമ്പറിങ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ശരിക്കും ടെമ്പറിങ് പ്രോസസ്സ് നടന്നോ എന്ന് നമുക്ക് ആ കളറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ടെമ്പറിങ് ചെയ്യുന്നത് സാധാരണ സ്ക്രൂ ഡ്രൈവർ, ചിപ്പിംഗ് ചിസല്, ഹാക്സോ, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, പേപ്പർ നൈഫ്സ്, ടേണിങ് ആൻഡ് പ്ലെയിനിങ് ടൂൾസ്, ഹാമേഴ്സ്, ഇതൊക്കെ നമ്മൾ ടെമ്പറിങ് സ്ക്രൂ ഡ്രൈവറൊക്കെ അതിൻ്റെ എൻഡുകൾ, ചിപ്പിംഗ് ചിസലുകൾ, ഇതൊക്കെ ടെമ്പർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ടെമ്പർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ടെമ്പറിങ്ങിൻ്റെ കളറ്, ആ ടെമ്പർ കളറ് ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് അതിൻ്റെ കളറിലുണ്ടാകുന്ന മാറ്റമാണ്. ടെമ്പറേച്ചറിനനുസരിച്ച് ആ കളറിലുണ്ടാകുന്ന മാറ്റമാണ് ഒരു ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. പീൽ സ്ട്രോ 230 ഡിഗ്രി, ഡാർക്ക് സ്ട്രോ 240, ബ്രൗൺ സ്ട്രോ 250 ഡിഗ്രി, ബ്രൗണിഷ് പർപ്പിൾ 260 ഡിഗ്രി, പർപ്പിൾ 270 ഡിഗ്രി, ഡാർക്ക് പർപ്പിൾ 280 ഡിഗ്രി, ബ്ലൂ 300 ഡിഗ്രി. അപ്പോൾ 300 ഡിഗ്രി ചൂടായാൽ ഒരു നീല കളറാണ് അതിലുണ്ടാകുക. ഇനി അവസാനത്തെ 5ാമത്തെ പ്രോസസ്സാണ് സർഫസ് ഹാർഡനിങ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. സർഫസ് ഹാർഡനിങ് കുറച്ച് കൂടുതൽ പ്രോസസ് ഉണ്ട്. അതായത് സർഫസ് ഹാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലിൻ്റെ പുറമേയുള്ള സർഫസ് മാത്രം ഹാർഡൻ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് സർഫസ് ഹാർഡനിങ്. പുറമേയുള്ള ഭാഗം മാത്രം സർഫസ് ചെയ്യാൻ, ഹാർഡൻ ചെയ്യാൻ പലതരം മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കേസ് ഹാർഡനിങ്, നൈട്രേറ്റിങ്, സയനൈഡിങ്, ഫ്ലെയിം ഹാർഡനിങ്, ഇൻഡക്ഷൻ ഹാർഡനിങ്, കറണ്ട് ഉപയോഗിച്ചും ഫ്ലെയിം ഉപയോഗിച്ചും, സയനൈഡിങ് കെമിക്കൽ പ്രവർത്തനങ്ങളിലൂടെയും, അതുപോലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴയതായിട്ടുള്ള കേസ് ഹാർഡനിങ് എന്നുള്ള മെത്തേഡ്. അങ്ങനെ പല മെത്തേഡുകളിൽ നമുക്ക് ഈ സർഫസിനെ ഒരു സോഫ്റ്റ് മെറ്റലിൻ്റെ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിൻ്റെ പുറമേയുള്ള ഒരു ചെറിയ 1 മില്ലിമീറ്റർ, 1/2 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2 മില്ലിമീറ്റർ വരെ തിക്നെസ്സിൽ പുറമേയുള്ള ഭാഗം മാത്രം ഹാർഡാക്കുകയും അകമേയുള്ള ഭാഗം അതുപോലെ പഴയ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആ ഹാർഡനിങ് മെത്തേഡാണ് സർഫസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ. ഈ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കണ്ട് ശരിക്ക് മനസ്സിലാക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച്, അതിൻ്റെ വ്യത്യാസങ്ങൾ, അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.